ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കളമശ്ശേരിയിലെ ഇടത് സ്ഥാനാർത്ഥിയും നമ്മുടെ വ്യവസായ മന്ത്രിയുമായ ശ്രീ പി രാജീവാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ, ഇനിയിപ്പം പറഞ്ഞ പോലെ തന്നെ വിധി വരാൻ കൂട്ടിക്കിഴിക്കലൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം മണിക്കൂറുകളുടെ മാത്രം ഒരു വ്യത്യാസമേ ഉള്ളൂ. നാളെ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഏറെക്കുറെ ട്രെൻഡൊക്കെ വന്നു തുടങ്ങും. 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഈ എക്സിറ്റ് പോളുകളൊക്കെ വന്നതിൻ്റെ ഒരു ആവേശം UDF ക്യാമ്പിനുണ്ട്. അവിടുത്തെ മന്ത്രിക്കസേരയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ വരെ തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് ഇടതു മുന്നണിയുടെ പ്രതീക്ഷ മിനിസ്റ്ററെ? അല്ല, ഇനിയിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഈ സമയമാകുമ്പോഴേക്കും ആദ്യ പല സൂചനകളൊക്കെ വരാൻ തുടങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനവിധി അറിയാൻ വേണ്ടി കാത്തിരിക്കുക. ഞങ്ങൾ കണക്കാക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ തുടർച്ചയുണ്ടാകും. കേരളത്തിലെ ഈ 10 വർഷത്തിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായി വന്ന മാറ്റങ്ങൾ അത് ശരിയായ ഗുണഫലം ലഭിക്കാൻ ഒരു തുടർച്ച അനിവാര്യമാണ് എന്ന് ജനങ്ങളും പുതിയ തലമുറ എല്ലാവരും കരുതും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് നല്ല വിജയമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റ് കണക്കുകൂട്ടലുകൾക്കൊന്നും ഈ സന്ദർഭത്തിൽ ഇനി അധികം പ്രസക്തിയില്ല. എന്തായാലും ആളുകൾ വോട്ട് രേഖപ്പെടുത്തി. ഇത് ഇത്രയും ദിവസം കാത്തിരിപ്പായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഈ സമയമാകുമ്പോഴേക്കും ആദ്യ പല സൂചനകൾ വരാൻ തുടങ്ങും. അത് അനുകൂലമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ മിനിസ്റ്റർ, ഇപ്പം കളമശ്ശേരി ഇത് കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. UDFന്റെ സ്വഭാവമുള്ള ഒരു മണ്ഡലം കഴിഞ്ഞ തവണ അങ്ങ് പിടിച്ചെടുത്തു. ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു പ്രഡിക്ഷൻ, വിജയം എന്നതിനപ്പുറം വോട്ടെണ്ണമൊക്കെ എണ്ണി പ്രവചിക്കാൻ കഴിയുന്ന ഒരു പാകത്തിലേക്കുണ്ടോ? മികച്ച വിജയം ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ 5 വർഷം മന്ത്രി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനവും MLA എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനം എല്ലാം വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാളും മെച്ചപ്പെട്ട രൂപത്തിലുള്ള വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം കളമശ്ശേരി നമ്മൾ പറയുന്ന പോലെ എപ്പോഴും ഈ ഒരു ടെക് സിറ്റി എന്നുകൂടി ഒന്ന് വിശേഷിപ്പിക്കാം. കാരണം എപ്പോഴും ഒരു വ്യവസായ നഗരം എന്ന ഒരു വിശേഷമുള്ളൊരു സ്ഥലം കൂടിയാണ് കളമശ്ശേരി. അപ്പം വ്യവസായ മന്ത്രി എന്നുള്ള നിലയിൽ വലിയ പ്രവർത്തനം കാഴ്ചവെച്ച ഒരാളാണ് കൂടിയാണ് അങ്ങ്. മാത്രമല്ല ഇവിടെ കേരളം വ്യവസായത്തിന് യോജിച്ച ഒരു സ്ഥലമേ അല്ല എന്ന് പറഞ്ഞവർ പോലും അവരുടെ നിലപാടൊക്കെ മാറ്റിയ ഒരു 5 വർഷമാണ് കഴിഞ്ഞു പോയത് അങ്ങ് വ്യവസായ മന്ത്രി ആയതിനു ശേഷമൊക്കെ. അപ്പം അതൊക്കെ ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ച് കാണുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? പൂർണ്ണമായിട്ടും സ്വാഭാവികമായിട്ടും ജനങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വോട്ട് രേഖപ്പെടും. പ്രകടമായി രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരു വിഭാഗവും പ്രശ്നങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പല ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിധി എഴുതുന്ന വിഭാഗങ്ങളും. അപ്പോൾ അത്തരം ജനവിഭാഗങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, പ്രത്യേകിച്ച് പുതിയ തലമുറ അവരെല്ലാവരും തന്നെ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ തവണത്തേക്കാളും കുറേ കൂടി മെച്ചപ്പെട്ട വിജയമുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. മിനിസ്റ്റർ, ഇപ്പം 100 സീറ്റ് ആ ഒരു പ്രവചനത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവ് ഇതും പിന്മാറിയിട്ടില്ല. ആ ഒരു ആത്മവിശ്വാസം UDF ക്യാമ്പിനുണ്ട്. അത് CPM കണക്കിലെടുക്കുന്നുണ്ടോ? ഇപ്പോൾ UDFന്റെ ഒരു ആത്മവിശ്വാസം CPM കണക്കിലെടുക്കുന്നുണ്ടോ? CPMന്റെ പ്രധാന നേതാക്കളിൽ പലരും ഓരോ ജില്ലയിൽ നിന്നും പുറത്തേക്ക് പോയതിന് ശേഷമുള്ള ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നല്ലോ. അല്ല, അത് വളരെ ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. എന്നാലും നമ്മൾ ഗൗരവമായി കാണേണ്ടത് തന്നെ. ഇവിടെ നേരത്തെ ഉള്ള വാദത്തിൽ ഇപ്പോൾ അവർ തന്നെ നിൽക്കുന്നില്ലല്ലോ. എന്ന് വെച്ചാൽ എക്സിറ്റ് പോളുകളിലെല്ലാം തന്നെ വലിയൊരു വിരുദ്ധ വികാരം തരംഗം ഒക്കെ പ്രതിഫലിക്കുമെന്ന് പലരും പറഞ്ഞെങ്കിലും അതല്ലല്ലോ എക്സിറ്റ് പോളുകൾക്കകത്ത് അവർക്ക് മുൻതൂക്കം നൽകുന്നതിൽ പോലും പ്രതിഫലിച്ചിട്ടുള്ളത്. അങ്ങനെ മുൻതൂക്കം നൽകുന്നതിൽ പോലും ഏറ്റവും മികച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശ്രീ പിണറായി വിജയനെയാണ് ജനങ്ങൾ അതിനകത്ത് പോലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ 11, 16, 21 എക്സിറ്റ് പോളുകൾ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം പറയുന്നതിനേക്കാളും 5 മുതൽ 8 വരെ സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ 3 എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുകയും UDFന് അത്തരം കാര്യങ്ങൾ കുറയുകയും ചെയ്യും. എക്സിറ്റ് പോളുകളുടെ പ്രശ്നം എന്നുള്ളത് വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വ്യത്യസ്തതകളുണ്ടാകും. നമുക്കറിയാം UDFന് നല്ല രീതിയിൽ ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും വലിയ വ്യത്യാസം വരുമ്പോൾ ആ വോട്ടിൻ്റെ മെഗാ ഷെയറും ഒറ്റ ജില്ലയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊജക്ഷനകത്തുള്ള വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും ശാസ്ത്രീയതയൊന്നും ഈ ഘട്ടത്തിൽ ഇനി നമ്മളധികം ചർച്ച ചെയ്യേണ്ടതില്ല. എക്സിറ്റ് പോളുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് വേണമെങ്കിൽ നോക്കാമെന്നല്ലാതെ ഒപ്പീനിയൻ ബോർഡുകളാകുമ്പോൾ അത് ശാസ്ത്രീയമല്ലെങ്കിൽ പോലും ഇങ്ങനെ ചില സാധ്യതകളുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് മറികടക്കാം എന്ന പ്രവർത്തനം ആവിഷ്കരിക്കാനുള്ള ഇൻപുട്ടുകളായി അവയെല്ലാം സ്വീകരിക്കാൻ കഴിയുന്നതാണ്. ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള നമ്മളെല്ലാം മെഷീനിലിരിക്കുകയാണല്ലോ. എക്സിറ്റ് പോൾ കണ്ടോ ഇങ്ങനെ ചിലതുണ്ടോ എന്ന് നോക്കി നമുക്ക് ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്.
മിനിസ്റ്റർ, ഇപ്പം BJP ഇത്തവണ 2 അക്കം കാണുമെന്നൊരു ആത്മവിശ്വാസം പറയുന്നുണ്ട്. ഇപ്പം ഒരു കാലത്ത് നമുക്കറിയാം ലെഫ്റ്റ് ഭരിച്ചിരുന്ന ബംഗാൾ, അവിടെ ഇപ്പോൾ BJP വലിയ മുന്നേറ്റം നടത്തുമെന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളൊക്കെ വന്നിരിക്കുന്ന ഒരു ഘട്ടമാണ്. ത്രിപുര ഇപ്പോൾ അവർ ഭരിക്കുന്നുണ്ട്. അടുത്തത് കേരളം എന്നാണ് BJPയുടെ പ്രതീക്ഷ. അങ്ങക്ക് എന്താ തോന്നുന്നത്? അല്ല, ഇടതുപക്ഷ തുടർച്ചയുണ്ടായാൽ അപകടമാകും എന്ന് പറയുന്ന ആളുകൾ ബംഗാളിൽ ഇപ്പോൾ BJP വരുമ്പോൾ സന്തോഷിച്ചുകൊണ്ട് കേരളത്തിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം. നാം ഇവിടെ കാണുമ്പോൾ BJPക്ക് ഒരു സീറ്റും ഇത്തവണയും ലഭിക്കാൻ ഇടയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. പൊതുവേ ചില 1-2 മണ്ഡലങ്ങളിൽ അവരൊരു മത്സര സ്വഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ അവർക്കൊരു സീറ്റ് ഉണ്ടായിരുന്നു, ആ സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു. കേരളത്തിൽ ഇത്തവണയും അങ്ങനെ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് കണക്കാക്കുമില്ല. നല്ല രീതിയിൽ തന്നെ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് ഇത്തവണയും BJP നിയമസഭയ്ക്ക് പുറത്തിരിക്കാൻ തന്നെയാണ് സാധ്യത. മിനിസ്റ്റർ, ഞാൻ ബംഗാളിലേക്കൊന്ന് പോയില്ല. ഇപ്പം ബംഗാളിലെ CPIM പ്രതീക്ഷ ഒരു സീറ്റെങ്കിലും കിട്ടണമെന്ന നിലയിലേക്ക് ആയിരിക്കുകയാണ്. ബംഗാളിൽ ഒരു തിരിച്ചുവരവിനെങ്കിലും അതിന് ഒരു തിരിച്ചു വരാൻ വേണ്ടി പാർട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ ഫലം ഈ തിരഞ്ഞെടുപ്പിൽ കാണുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വളരെ ഒരു പട്ടാള ഭരണത്തിന് കീഴിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന മട്ടിലാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പൂർണ്ണമായിട്ടും കേന്ദ്ര സേനയെ വിന്യസിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അമിതാധികാര പ്രവണതകൾ ഇതെല്ലാം തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വല്ലാതെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. സാധാരണയുള്ള സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ ഒരു തെരഞ്ഞെടുപ്പ് അത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇല്ലാതിരിക്കാനുള്ള ഒരു ഇടപെടൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ നിന്ന് പുറത്തേക്ക് പോയതിനു ശേഷം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ജനങ്ങളുടെ വിശ്വാസം കുറേ കൂടി വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അത് എത്രമാത്രം സീറ്റുകളിലേക്ക് ഈ ഘട്ടത്തിൽ പ്രതിഫലിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുടനീളം വളരെ ആവേശകരമായ പങ്കാളിത്തം പുതിയ തലമുറയുടേത് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് നല്ല സൂചനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു മാറ്റത്തിലേക്കുള്ള ഒരു അടിത്തറ ഒരുക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ മുന്നണിക്ക് അവിടെ സഹായകരമായിട്ടുണ്ടെന്നാണ് കരുതുന്നത്. മിനിസ്റ്റർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ബംഗാളിൽ രാഹുൽ ഗാന്ധി മമതയെ വിമർശിച്ച് നമ്മൾ കണ്ടു. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പിണറായി വിജയനെ വിമർശിക്കുന്നത് കണ്ടു. തമിഴ്നാട്ടിൽ ഒരേ മുന്നണിയിൽ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യ സഖ്യത്തിലെ ഈ പ്രശ്നം അത് ദേശീയതലത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയല്ലേ? അവിടെ രാഹുൽ ഗാന്ധി ഒരു പക്വതക്കുറവ് കാണിച്ചു എന്ന് ഇടതുമുന്നണി വിലയിരുത്തുന്നുണ്ടോ? അല്ല, രാഹുൽ ഗാന്ധിയുടെ അപക്വമായ നിലപാടായിരുന്നല്ലോ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലേക്ക് അയച്ചത്. കോൺഗ്രസ് നൽകിയ പരാതിയാണല്ലോ BJP ആയുധമാക്കി ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും വളരെ അപക്വമായിട്ടുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായി എവിടെയെങ്കിലും എന്തെങ്കിലും നേട്ടം കിട്ടുന്നതിന് വേണ്ടി ദേശീയമായ കാഴ്ചപ്പാടുകളെ ഒന്നും പരിഗണിക്കാതെ തന്നെ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതൃത്വമായി കോൺഗ്രസിൻ്റെ നേതൃത്വം മാറിയിട്ടുണ്ട്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു നിലപാട് കേന്ദ്രത്തിനകത്ത് നേതൃത്വം നൽകുന്ന ആളുകൾ സ്വീകരിക്കേണ്ടത് അത് സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ലാതെ ഓരോ സംസ്ഥാനത്തും ചെല്ലുമ്പോൾ അവിടെ 2 സീറ്റോ വോട്ടോ കിട്ടാൻ കഴിയുമോ, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാം, വേണമെങ്കിൽ BJPയും പരോക്ഷമായി സഹായിക്കാം എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി നമ്മുടെ കെജ്രിവാളിനോട് ചെയ്യുന്നത്, ആം ആദ്മി പാർട്ടിയോട് ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പരിമിതികളോ കുറവുകളോ ഉണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഇവിടെ BJPക്കെതിരെയുള്ള ഒരു മുന്നണി, ഇപ്പോൾ BJPയെ ഒരു അടർത്തി മാറ്റുന്ന ആം ആദ്മി പാർട്ടി അടർത്തി മാറ്റുന്ന സമീപനം സ്വീകരിച്ചു. പഞ്ചാബിൽ ആ ഘട്ടത്തിൽ അവർ അവിശ്വാസ വോട്ടെടുപ്പിൻ്റെ ഇതിലേക്ക് പോകുന്നു. ആ ഘട്ടത്തിലെല്ലാം കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനങ്ങൾ ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഒട്ടും ഉൾക്കൊള്ളാതെ അങ്ങേയറ്റം അപക്വമായിട്ടുള്ള സങ്കുചിതമായ നിലപാടുകളാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അത് വിശാലമായിട്ടുള്ള ഒരു ഐക്യം BJPയുടെ അമിതാധികാര പ്രവണതയ്ക്ക് വരെ രൂപം കൊള്ളുമ്പോൾ തടസ്സമുണ്ടാകുന്നു. ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ നോയിഡയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്യാസിൻ്റെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കകത്തും ഏകോപിതമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെ സമീപനം തടസ്സമുണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും. മിനിസ്റ്റർ, ഇപ്പം നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ഇപ്പം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിക്കെതിരെ വിമർശകർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് വെച്ചാൽ പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ച് നടന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാത്രം മുൻനിർത്തി നടന്നൊരു തിരഞ്ഞെടുപ്പാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തിരിച്ചടിയാകുമെന്ന് കരുതുന്നുണ്ടോ?
അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കരുത്ത് ഏറ്റവും പ്രധാനമായ മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖമായിട്ട് സാധാരണ പ്രതിഫലിക്കുന്നത്. അത് മറ്റ് പരസ്യങ്ങളിലെല്ലാം നമുക്കറിയാം, സുപ്രീം കോടതിയുടെ തന്നെ ശക്തിയായ നിരീക്ഷണമുണ്ട്. സർക്കാർ നൽകുന്ന പരസ്യങ്ങളാണെങ്കിൽ പ്രധാനമായിട്ടും പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെയും ചിത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വം കഴിഞ്ഞ 10 വർഷം കേരളത്തെ എങ്ങനെ മാറ്റി തീർത്തു അത് പറയുമ്പോൾ തന്നെ കളക്റ്റീവായിട്ടുള്ള അത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ഞങ്ങളെല്ലാം ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചവരെന്ന നിലയിൽ ഓരോരുത്തർക്കും അവരവരുടെ വകുപ്പുകളിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി ഏകോപനത്തിലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ അസാധാരണമായൊരു നേതൃമികവാണ് കേരളത്തെ മാറ്റി തീർക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. അത് പലരെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തുടർച്ചയായി എത്രയോ കാലമായി, ഇതിപ്പോൾ ഉള്ളതല്ലല്ലോ, ഈ കാര്യം നേരത്തെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള വിമർശനം തന്നെയാണ്, അല്ലെങ്കിൽ ആക്ഷേപം എന്ന മട്ടിൽ തന്നെയാണ് എതിരാളികൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്തും ഈ 16ലെ തെരഞ്ഞെടുപ്പിൻ്റെ ഇതേ രൂപത്തിലുള്ള വിമർശനങ്ങൾ എന്ന മട്ടിൽ ഉന്നയിക്കുകയുണ്ടായി. ഇപ്പോഴും അത് തന്നെ മറ്റു രൂപത്തിൽ ആവർത്തിക്കുന്നതല്ലാതെ അതെല്ലാം ഒരു ധൃതരാഷ്ട്ര ആലിംഗനമാണ്, ഞങ്ങളെ ആകെ സ്നേഹിക്കുന്നു എന്ന മട്ടിൽ എതിരാളികൾക്ക് ആയുധങ്ങൾ നൽകുന്ന എന്ന മാത്രം അതിനെ കണ്ടാൽ മതി. മിനിസ്റ്റർ, ഇപ്പം ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ ഈ പല സംസ്ഥാനങ്ങളിലും ഏകപക്ഷീയമായ നിലപാടുകളൊക്കെ സ്വീകരിച്ച് നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ അതിനെയൊക്കെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണാൻ നമുക്ക് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് പോയിട്ടുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങൾക്ക്, ഇതിപ്പോൾ കേരളത്തിൽ ഭരണമുണ്ട്, അതിനകത്ത് മറ്റ് രീതിയിൽ ഇടപെടലുകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ നല്ല ജാഗ്രതയോടുകൂടി നിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബംഗാളിലെല്ലാം വളരെ ഏകപക്ഷീയമായിട്ടുള്ള സംവിധാനങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ മാറ്റി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ഭാവിയിലേക്കുള്ള ചില അപകട സൂചനകൾ നൽകുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇപ്പോൾ ഇംപീച്ച്മെൻറ്റ് മോഷനിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ പരിണതഫലം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറേ കൂടി ശക്തമായിട്ടുള്ള ജനകീയ പ്രതിരോധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വരേണ്ടതുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താനായി ഭരണഘടനാ സംവിധാനം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നു. അത് ആ കാര്യത്തിനകത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വളരെ ഗൗരവമായ വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ ഇനിയും ഇന്ത്യൻ സമൂഹം ചർച്ച ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ കൂട്ടായി തന്നെ എല്ലാവരും ആലോചിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി മിനിസ്റ്റർ, അപ്പം എല്ലാവിധ ആശംസകളും വിജയാശംസകൾ നേരുന്നു അങ്ങേക്ക്. ഒപ്പം തന്നെ ഇത് നല്ലൊരു ദിവസമായി തീരട്ടെ. താങ്ക് യു തിരിച്ചു. ഓക്കെ മിനിസ്റ്റർ, ശരി.